അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ അശ്വതിയും ഭരണിയും കാർത്തികക്കാല് എന്ന് പറയുന്ന മേടക്കൂറുകാർ. ഈ മേടക്കൂറ് ഉള്ളവർക്ക് ഈ വരുന്ന, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ഈ ഒരു വർഷം തുലാമാസത്തിൽ വരെ, തുലാമാസം ഒന്നാം തീയതി വരെ അവർക്ക് ഈ വ്യാഴത്തിന് ഒരു പകർച്ച വ്യത്യാസമുണ്ട്. തുലാം 1 തൊട്ട് വൃശ്ചികം 19 വരെ ഇടയ്ക്ക് ഒരു മാസത്തേക്ക് കർക്കിടകത്തിലേക്ക് പോകും. എങ്കിലും പൊതുവെ ചിങ്ങമാസം തൊട്ട് ഇടവമാസം 19 തീയതി വരെ, ഇടവമാസം 19 തീയതി വരെ വ്യാഴം മിഥുനത്തിലും, ഇടവമാസം 19 തീയതിക്ക് ശേഷം വ്യാഴം കർക്കിടകത്തിലുമാണ് ഈ വർഷത്തെ വ്യാഴത്തിന്റെ പകർച്ച. അപ്പൊ അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കൂടുന്ന മേടക്കൂറുകാർക്ക് ഇടവമാസം 19 തീയതി വരെ 3-ല് വ്യാഴവും, ഇടവമാസം 19 തീയതിക്ക് ശേഷം 4-ല് വ്യാഴവും വരെ. അതുപോലെ തന്നെ അവർക്കടെ മേടക്കൂറുകാർക്ക് 5-ൽ കേതുവും 11-ാമടുത്ത് രാഹുവും നിൽക്കുന്നു. 12-ല് ശനിയുടെ ഭാവമുണ്ട്. 12-ലെ ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനത്തിലെ ശനി. പൊതുവെ മേടക്കൂറുകാർക്ക് ഈ ഇടവമാസം വരെയൊന്നും അത്ര അനുകൂലമല്ല. കാർഷിക കാര്യങ്ങൾക്ക് നാശങ്ങൾ വരിക, വ്യവസായ രംഗത്ത് ദുരിതങ്ങൾ ഉണ്ടാവുക, സമ്പത്ത് വന്നാൽ അതനുസരിച്ച് ഉയർച്ച ഉണ്ടാകാതിരിക്കുക, അനാവശ്യമായി നിൽക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മാനസിക സമ്മർദ്ദം കൂടുക, ഇത്യാദി വിഷയങ്ങളൊക്കെ ഇവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം മേടക്കൂറുകാർ പരമാവധി എല്ലാ ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം, അയ്യപ്പന്റെ അടുത്ത ദർശനങ്ങൾ, പക്കപ്പിറന്നാൾ തോറും ശിവന് ധാരാമറയ മുതലായ വഴിപാടുകൾ നടത്തുക. അതുപോലെ അടുത്ത ഇടവമാസം വരെ ഈ വ്യാഴം 3-ല് നിൽക്കുന്നത് കൊണ്ട് നല്ല വൈഷ്ണവ പ്രാർത്ഥന, വിഷ്ണു, കൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലുള്ള ഭജനങ്ങൾ, ധാരാളം നാരായണ നാമജപങ്ങൾ ഒക്കെ ചെയ്തു പോകേണ്ട കാലഘട്ടമാണ്. ഷുഗർ രോഗമുള്ളവരോ പ്രഷർ രോഗമുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, നേത്രരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക, ശിരോരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയങ്ങളൊക്കെയാണ്. അപ്പോൾ അവസാനം ഈ അടുത്ത വർഷം ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസങ്ങൾ വരുമ്പോൾ അവസാന കാലമൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും കുടുംബത്തെ ഐശ്വര്യവും പുതിയ വാഹനങ്ങൾ മേടിക്കലും വീടിന്റെ അഗ്രിമെന്റ് വെക്കലും ഒക്കെ സാധിക്കും. പക്ഷെ ആദ്യ സമയത്തൊക്കെ കുറച്ച് ദുരിതങ്ങൾ കാണപ്പെടുന്നുണ്ട്. അത് കാരണം ഈ പറഞ്ഞ ഭജനങ്ങളും പ്രാർത്ഥനകളും നാമജപാദികളുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ മേടരാശിക്കാർക്ക് അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകുന്നു.